എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്നൊരു നൊസ്റ്റാൾജിക് കഥയാവാം. കുട്ടികളും മുതിർന്നവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കഥ. സ്നോ വൈറ്റും 7 കുള്ളന്മാരും. മഞ്ഞു പെയ്യുന്ന ഒരു ദിവസം. അലുക്കുകൾ പോലെ മഞ്ഞുകണങ്ങൾ വൃക്ഷക്കൊമ്പുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ശീതക്കാറ്റിൽ അവ ചെറുതായി ഇളകിയാടുകയാണ്. രാജ്ഞി ജനലരികിലിരുന്ന് കമ്പിളി തുന്നുകയാണ്. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അവളുടെ കയ്യിൽ സൂചി തറഞ്ഞു കയറി. വേദനയോടെ കയ്യിൽ പൊടിഞ്ഞു വന്ന രക്തത്തുള്ളികൾ അവൾ മഞ്ഞിലേക്ക് കുടഞ്ഞു. അപ്പോൾ അവർ ഒരു മനോഹര കാഴ്ച കണ്ടു. മഞ്ഞിൽ ചോരത്തുള്ളികൾ എത്ര സുന്ദരം! രാജ്ഞി ഓർത്തു. മഞ്ഞിൻ്റെ നിറവും ചുണ്ടുകൾക്ക് രക്തവർണവുമുള്ള ഒരു കുഞ്ഞ് എനിക്ക് പിറന്നിരുന്നുവെങ്കിൽ. നാളുകൾ കടന്നുപോയി. അവർ പറഞ്ഞ വാക്കുകൾ സത്യമായി തീർന്നു. മഞ്ഞിൻ്റെ വെണ്മയും ചെന്താമരയുടെ ചുണ്ടുകളുമുള്ള ഒരു പെൺകുഞ്ഞ് രാജ്ഞിക്ക് പിറന്നു. അവർ അവൾക്ക് ഒരു പേരിട്ടു, സ്നോ വൈറ്റ്. എല്ലാവർക്കും ഓമനയായി അവൾ വളർന്നു. പക്ഷേ രാജ്ഞിക്ക് തൻ്റെ കുഞ്ഞിനെ അധികം ലാളിക്കുവാൻ കഴിഞ്ഞില്ല. പെട്ടെന്നുള്ള രോഗത്താൽ രാജ്ഞി മരിച്ചു. അധികം വൈകാതെ രാജാവ് മറ്റൊരു വിവാഹം കഴിച്ചു. അതീവ സുന്ദരിയായ ഒരു സ്ത്രീ. തൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് അമിതമായി അവർ അഹങ്കരിച്ചു. രാജ്ഞിക്ക് ഒരു അത്ഭുത കണ്ണാടിയുണ്ട്. എന്തു ചോദിച്ചാലും കണ്ണാടി കൃത്യമായി മറുപടി തരും. ഒരു ദിവസം അവൾ ചോദിച്ചു, "പറയൂ കണ്ണാടി, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരി ഞാനല്ലേ?" കണ്ണാടി മറുപടി പറഞ്ഞു, "സ്നോ വൈറ്റ് കഴിഞ്ഞാൽ പിന്നെ നീ തന്നെയാണ് സുന്ദരി." കണ്ണാടിയുടെ ഈ മറുപടി രാജ്ഞിയുടെ സ്വസ്ഥത കെടുത്തി. സ്നോ വൈറ്റ്, അവളെ എങ്ങനെയെങ്കിലും വകവരുത്തണം. അവർ തീരുമാനിച്ചു. രാജ്ഞി തൻ്റെ വിശ്വസ്തനായ സേവകനെ വിളിച്ചിട്ട് പറഞ്ഞു, "സ്നോ വൈറ്റിനെ കാട്ടിൽ കൊണ്ടുപോയി കൊല്ലുക." പരിചാരകൻ സ്നോ വൈറ്റിനെയും കൊണ്ട് വനത്തിലേക്ക് പോയി. അയാൾ അവളെ കൊല്ലാനായി കത്തിയൂരി. എന്നാൽ കുട്ടിയുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാൾക്ക് ആ കുഞ്ഞിനെ കൊല്ലാൻ കഴിഞ്ഞില്ല. "വേഗം പോയിക്കോ," ഇത് പറഞ്ഞിട്ട് അയാൾ കൊട്ടാരത്തിലേക്ക് മടങ്ങി. സ്നോ വൈറ്റിനെ കൊന്നതായി അയാൾ രാജ്ഞിയെ അറിയിച്ചു. ആ ഘോര വനത്തിലൂടെ സ്നോ വൈറ്റ് വളരെയധികം സഞ്ചരിച്ചു. വിശപ്പും ദാഹവും ക്ഷീണവും അവൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ അതാ ദൂരെ ഒരു കുടിൽ കാണുവാനിടയായി. അവൾ അവിടേക്ക് ചെന്നു. കതക് അടച്ചിരിക്കുകയാണ്. പതുക്കെ ഒന്ന് തള്ളി നോക്കിയപ്പോൾ കതക് തുറന്നു. അവിടെ ഒരു ചെറിയ മേശ വിരിച്ചൊരുക്കിയിരുന്നു. അതിനു ചുറ്റുമായി 7 കസേരകൾ. മേശയിൽ ഭക്ഷണ സാധനങ്ങൾ നിരത്തി വച്ചിട്ടുണ്ട്. 7 പാത്രങ്ങളിലായി വീഞ്ഞും നിറച്ചിരിക്കുന്നു. അവൾ അവയിൽ നിന്ന് അല്പാൽപ്പം എടുത്ത് കഴിക്കുവാൻ തുടങ്ങി. എല്ലാ പാത്രങ്ങളിൽ നിന്നും വീഞ്ഞെടുത്ത് കുടിച്ചു. അവിടെ 7 കട്ടിലുകൾ വിരിച്ചിട്ടിരുന്നു. 7ാമത്തെ കട്ടിലിൽ കയറി അവൾ കിടന്നു. ക്ഷീണം കൊണ്ട് പെട്ടെന്നുറങ്ങിപ്പോവുകയും ചെയ്തു. സന്ധ്യയായപ്പോൾ ആ കൊച്ചു വീട്ടിലേക്ക് 7 പേർ എത്തി. അവരുടെ തലയിൽ കൂന്തൻ തൊപ്പിയുമുണ്ട്. പകൽ മുഴുവൻ ജോലി ചെയ്ത് തളർന്നാണ് അവർ എത്തിയത്. അവർ ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ഒന്നാമൻ പറഞ്ഞു, "എൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ആരോ കുറച്ചെടുത്തിട്ടുണ്ട്." അത് കേട്ട് രണ്ടാമൻ പറഞ്ഞു, "എൻ്റെ വീഞ്ഞും ആരോ കുടിച്ചിട്ടുണ്ട്." അവർ 7 പേർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ 7ാമൻ തൻ്റെ കട്ടിലിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് എല്ലാവരെയും വിളിച്ചു. അവർ വന്നു നോക്കിയപ്പോൾ അതിസുന്ദരിയായ പെൺകുട്ടി കട്ടിലിൽ സുഖമായി ഉറങ്ങുന്നു. കൂന്തൽ തൊപ്പിക്കാരായ ആ കുള്ളന്മാർ കട്ടിലിന് ചുറ്റും പകച്ചു നിൽക്കുകയാണ്. കുറേ സമയം അവർ അവിടെ നിന്നു. ഒടുവിൽ സ്നോ വൈറ്റ് ഉണർന്നു. പെൺകുട്ടി ആദ്യം ഭയന്നുപോയി. എന്നാൽ ഇവർ ഉപദ്രവകാരികളല്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ വേഗം തന്നെ അവരുടെ സ്നേഹിതയായി മാറി.
സ്നോ വൈറ്റ് അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് വെക്കും. 7 പേരും ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവൾ അവർക്ക് ഭക്ഷണം വിളമ്പും. ഒരിക്കൽ രാജ്ഞി നന്നായി ഒരുങ്ങി കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ചോദിച്ചു, കണ്ണാടി പറയൂ, ഞാനല്ലേ ലോകസുന്ദരി? അപ്പോൾ കണ്ണാടി പറഞ്ഞു, അല്ല, സ്നോ വൈറ്റാണ്. അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? എവിടെയാണവൾ? രാജ്ഞി ചോദിച്ചു. 7 മലകൾക്കപ്പുറം 7 കുള്ളന്മാരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നു, കണ്ണാടി പറഞ്ഞു. രാജ്ഞി സ്നോ വൈറ്റിനെ കണ്ടെത്താൻ പുറപ്പെട്ടു. നല്ല ഒരു വസ്ത്രവ്യാപാരിയെപ്പോലെ വേഷം മാറിയാണ് പോകുന്നത്. വളരെ യാത്ര ചെയ്ത് സ്നോ വൈറ്റിൻ്റെ താമസസ്ഥലം അവൾ കണ്ടുപിടിച്ചു. തുണികൾ വേണോ? തുണികൾ, നല്ല പളുങ്കു പോലെയുള്ള തുണികൾ. സ്നോ വൈറ്റ് പുറത്തേക്ക് നോക്കിയതും അവർ കതക് തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. സ്നോ വൈറ്റിൻ്റെ ശരീരത്തിൽ ഉടുപ്പുകൾ ചേർത്ത് വെച്ച് അവർ ഓരോ തുണിയും കാണിച്ചു കൊടുത്തു. ഒടുവിൽ മനോഹരമായൊരു ലേസ് എടുത്ത് അവളുടെ കഴുത്തിൽ അണിയിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അവർ സ്നോ വൈറ്റിൻ്റെ കഴുത്തിൽ അവ ചുറ്റിമുറുക്കി. സ്നോ വൈറ്റ് പെട്ടെന്ന് തന്നെ ബോധരഹിതയായി നിലം പതിച്ചു. ഈ സമയത്തിനുള്ളിൽ രാജ്ഞി അവിടെ നിന്ന് കടന്നു കളഞ്ഞു. വൈകുന്നേരം കുള്ളന്മാർ ജോലി കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ചേതനയേറ്റ് കിടക്കുന്ന സ്നോ വൈറ്റിനെ കണ്ട് പരിഭ്രമിച്ചു. ഒരാൾ ഓടി വന്ന് ഒരു കത്തിയെടുത്ത് ലേസ് മുറിച്ചു. മറ്റൊരാൾ അവളുടെ മുഖത്ത് വെള്ളം തളിച്ചു. ബോധം വീണ്ടു കിട്ടിയപ്പോൾ സ്നോ വൈറ്റ് നടന്നതെല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം ജോലിക്കായി പുറപ്പെട്ടപ്പോൾ ആര് വന്നാലും വാതിൽ തുറക്കരുതെന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. സ്നോ വൈറ്റിൻ്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി രാജ്ഞി അണിഞ്ഞൊരുങ്ങി കണ്ണാടിയുടെ മുൻപിലെത്തി. കണ്ണാടി പറയൂ, ആരാണ് വിശ്വസുന്ദരി? കണ്ണാടി ഉടനെ മറുപടിയും പറഞ്ഞു, സ്നോ വൈറ്റ് തന്നെ. അവൾ മരിച്ചില്ല അല്ലേ? രാജ്ഞി വീണ്ടും ഒരു കച്ചവടക്കാരിയുടെ വേഷം ധരിച്ചു. സ്നോ വൈറ്റിൻ്റെ വീട്ടുമുറ്റത്തെത്തി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ചീപ്പ് വേണോ? ചീപ്പ്, മനോഹരമായ ചീപ്പുകൾ. സ്നോ വൈറ്റ് അകത്തു നിന്നും പറഞ്ഞു, വേണ്ട, ആര് വന്നാലും വാതിൽ തുറക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാതിൽ തുറക്കണ്ട, ജനൽ മാത്രം തുറന്നാൽ മതി, രാജ്ഞി പറഞ്ഞു. അങ്ങനെ സ്നോ വൈറ്റ് ജനാലയുടെ ഒരു വശം തുറന്നു. ഹാ, എത്ര നല്ല മുടി! മോളെ, ഞാൻ ചെയ്യിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്നോ വൈറ്റിൻ്റെ മുടി ചീകാൻ തുടങ്ങി. എന്നാൽ ഉഗ്രവിഷം പുരട്ടിയിരുന്ന ചീപ്പായിരുന്നു അത്. പെട്ടെന്ന് തന്നെ സ്നോ വൈറ്റ് മയങ്ങി വീണു. കച്ചവടക്കാരിയുടെ വേഷം ധരിച്ച രാജ്ഞി അതിവേഗം അവിടെ നിന്ന് ഓടിയകന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ കുള്ളന്മാർ ബോധരഹിതയായി മരവിച്ചു കിടക്കുന്ന സ്നോ വൈറ്റിനെ കണ്ടു. വേഗം തന്നെ അവളുടെ തലയിൽ തറഞ്ഞു കയറിയ ചീപ്പ് അവർ വലിച്ചൂരിയെടുത്തു. പതുക്കെ അവൾ കണ്ണു തുറന്നു. നടന്നതെല്ലാം അവരോട് പറഞ്ഞു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സ്നോ വൈറ്റ് എന്തായാലും മരിച്ചു കാണും എന്ന് രാജ്ഞി കരുതി. മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം നന്നായി ഒരുങ്ങി അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നു. ഇപ്പോൾ പറയൂ കണ്ണാടി, ആരാണ് ലോകത്തിലേക്കും സുന്ദരി? സംശയിക്കേണ്ട, സ്നോ വൈറ്റ് തന്നെ, കണ്ണാടി പറഞ്ഞത് കേട്ട് പരവശയായ രാജ്ഞി കോപം കൊണ്ട് ജ്വലിച്ചു. രാജ്ഞി പടുവൃദ്ധയായ ഒരു പഴക്കച്ചവടക്കാരിയുടെ വേഷം ധരിച്ചു. ഇപ്പോൾ രാജ്ഞിയെ കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പോലും കഴിയുകയില്ല. 7 മലകളും കടന്ന് അവർ സ്നോ വൈറ്റിൻ്റെ താമസ സ്ഥലത്തെത്തി. പഴം വേണോ? പഴങ്ങൾ, കൊതിയൂറുന്ന പഴങ്ങൾ, അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. വേണ്ട, ഇവിടെ ഒന്നും വേണ്ട, വേഗം പോയിക്കൊള്ളൂ, സ്നോ വൈറ്റ് വീട്ടിനുള്ളിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അത് കേട്ട് രാജ്ഞി പറഞ്ഞു, കുഞ്ഞേ, നിന്നെ ഇതിനു മുമ്പ് ആരോ ചതിച്ചിട്ടുണ്ടാവും. ഞാൻ അത്തരക്കാരിയല്ല. വാതിൽ തുറക്കണ്ട, ജനൽ തുറന്നാ മതി. സ്നോ വൈറ്റ് ജനൽ തുറന്നു. വിശ്വാസമില്ലെങ്കിൽ ഞാൻ കഴിച്ചു കാണിക്കാം. അവർ മനോഹരമായ ഒരു ആപ്പിൾ എടുത്തു. അതിൽ നിന്നും ഒരു കഷ്ണം കഴിച്ചു കാണിച്ചു. മറുവശത്ത് നിന്ന് ഒരു കഷ്ണം സ്നോ വൈറ്റിനും കൊടുത്തു. അതിൽ കൊടും വിഷം പുരട്ടിയിരുന്നു. പഴം കഴിച്ച ഉടനെ സ്നോ വൈറ്റിൻ്റെ കണ്ണുകൾ മറിഞ്ഞു.
ശ്വാസം നിലച്ചു. പതിവ് പോലെ കുള്ളന്മാർ എത്തിയപ്പോൾ ജീവനില്ലാത്ത സ്നോ വൈറ്റിൻ്റെ ശരീരമാണ് കണ്ടത്. അവർക്ക് ദുഃഖം സഹിക്കാനായില്ല. അവർ അവളെ പൂക്കൾ നിറച്ച മനോഹരമായ സ്ഫടികപ്പെട്ടിയിൽ അടച്ചു. ചുറ്റും പൂച്ചെടികൾ വെച്ചു പിടിപ്പിച്ചു. ഓരോ കുള്ളന്മാർ അവൾക്ക് മാറി മാറി കാവൽ നിന്നു. ഒരു നാൾ ഒരു രാജകുമാരൻ ആ വഴി വന്നു. അദ്ദേഹം സ്നോ വൈറ്റിൻ്റെ ശരീരം കാണുവാനിടയായി. അദ്ദേഹത്തിന് അവളോട് അതിയായ സ്നേഹം തോന്നി. ഈ ശരീരം തനിക്ക് തരണമെന്ന് കാവൽ നിൽക്കുന്ന കുള്ളനോട് പറഞ്ഞു. ഇല്ല, സ്നോ വൈറ്റിനെ തരികയില്ല. ഒടുവിൽ കരഞ്ഞപേക്ഷിച്ച രാജകുമാരനെ സ്നോ വൈറ്റിൻ്റെ ശരീരം കൊണ്ടുപോകാൻ കുള്ളന്മാർ അനുവദിച്ചു. തൻ്റെ ഭടന്മാരെ കൊണ്ട് ആ പേടകം എടുപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു ഭടൻ്റെ കാലിടറുകയും പേടകം പൊട്ടി നിലത്തു തെറിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ സമയത്ത് സ്നോ വൈറ്റിൻ്റെ വായിൽ കടിച്ചു പിടിച്ചിരുന്ന പഴം തെറിച്ചുപോയി. സ്നോ വൈറ്റ് ഉറക്കത്തിൽ നിന്നുണർന്നവളെപ്പോലെ കണ്ണുകൾ തുറന്നു. രാജകുമാരൻ്റെ സന്തോഷത്തിന് അതിരുണ്ടായില്ല. ഞാനിപ്പോൾ എവിടെയാണ്? സ്നോ വൈറ്റ് ചോദിച്ചു. കുമാരി, നാം കൊട്ടാരത്തിലേക്ക് പോകുന്നു. രാജകുമാരനോട് തൻ്റെ കഥകളെല്ലാം സ്നോ വൈറ്റ് വിവരിച്ചു. അവ കേട്ട് രാജകുമാരൻ വിതുമ്പിക്കരഞ്ഞു. സ്നോ വൈറ്റ് മരിച്ചുപോയി എന്ന് വിശ്വസിച്ചിരുന്ന രണ്ടാനമ്മ ഒരു ദിനം അണിഞ്ഞൊരുങ്ങി കണ്ണാടിയുടെ മുന്നിൽ നിന്നു. കണ്ണാടി, പറയൂ, ഇപ്പോൾ ഞാനല്ലേ ലോകസുന്ദരി? അപ്പോൾ കണ്ണാടി പറഞ്ഞു, അല്ലേ അല്ല, സ്നോ വൈറ്റ് തന്നെ. ഇത് കേട്ട് കോപാകുലയായ രാജ്ഞി മാന്ത്രിക കണ്ണാടി എറിഞ്ഞുടച്ചു. താമസിയാതെ രാജകുമാരൻ്റെയും സ്നോ വൈറ്റിൻ്റെയും വിവാഹം നിശ്ചയിച്ചു. രാജാവിനെയും രണ്ടാനമ്മയെയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. അവർ അവിടെ എത്തിയപ്പോൾ സ്നോ വൈറ്റിൻ്റെ രണ്ടാനമ്മ നൃത്തം ചെയ്യണമെന്ന് രാജകുമാരൻ ആജ്ഞാപിച്ചു. ചുട്ടുപൊള്ളുന്ന ഇരുമ്പ് ചെരുപ്പിട്ട് വേണമായിരുന്നു അവർക്ക് നൃത്തം ചെയ്യേണ്ടിയിരുന്നത്. രാജകൽപ്പന അനുസരിക്കാതെ മറ്റു മാർഗമില്ലായിരുന്നു. അങ്ങനെ സ്നോ വൈറ്റും രാജകുമാരനും സന്തോഷത്തോടെ ദീർഘകാലം ജീവിച്ചു.